കാലം ഇന്നുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കാനും വേർതിരിച്ചു. അതുകൊണ്ട് ലേവിക്ക് അവന്റെ സഹോദരന്മാരോട് കൂടെ ഓഹരിയും അവകാശവും ഇല്ല. നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവന്റെ അവകാശം. ഞാൻ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ആ പ്രാവശ്യവും യഹോവ എന്റെ അപേക്ഷ കേട്ടു. നിന്നെ നശിപ്പിക്കാതിരിപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി. പിന്നെ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്കാം. അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാകട്ടെ എന്ന് കൽപ്പിച്ചു. ഇത് പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, ആകെയായ ഇസ്രായേലെ ഞാൻ നിങ്ങളോട് 5 കാര്യങ്ങൾ ആവശ്യപ്പെടും. ഈ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ചെയ്ത 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ലേവി ഗോത്രത്തിന് കൊടുത്ത ശുശ്രൂഷയും ലേവി ഗോത്രത്തിന് കൊടുത്ത അവകാശം. ആ 8-9 വാക്യങ്ങളാണ്. ലേവി ഗോത്രത്തിന് കൊടുത്ത ശുശ്രൂഷയും ലേവി ഗോത്രത്തിന് കൊടുത്തതായ അവകാശം. ഇനി 10-ാം വാക്യത്തിൽ ദൈവം മോശയുടെ അപേക്ഷ കേട്ടു, അല്ലെങ്കിൽ മോശ ദൈവത്തെ സമ്മതിപ്പിച്ച കാര്യം. ഇതാണ് 2ാമത്തെ കാര്യം. ദൈവം മോശയുടെ അപേക്ഷ കേട്ട കാര്യം. 3, വാഗ്ദത്ത ദേശം അവകാശമാക്കുന്ന കാര്യം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവം ലേവി ഗോത്രത്തിന് കൊടുത്ത ശുശ്രൂഷയും അവകാശവും, മോശ ദൈവത്തെ സമ്മതിപ്പിച്ച കാര്യം, ദൈവജനം അവകാശഭൂമി കൈവശമാക്കാൻ പോകുന്ന കാര്യം. അത്രയും പറഞ്ഞു വിട്ടാലൊക്കത്തില്ല, അത് വിശദമായിട്ട് കണ്ടേ മനസ്സിലാകത്തുള്ളൂ. ലേവി ഗോത്രത്തിന് ദൈവം കൊടുത്ത ശുശ്രൂഷകൾ 3 ആ വായിച്ച വേദഭാഗത്തുണ്ട്. 1, ദൈവത്തിന്റെ നിയമപെട്ടകം ചുമക്കണം. 2, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷിക്കണം. 3, ദൈവത്തിന്റെ നാമത്തിൽ ജനത്തെ. ഇതൊക്കെ വായിച്ചു വിടാൻ എളുപ്പമാണ്. ദൈവത്തിന്റെ നിയമപെട്ടകം ചുമക്കുക എന്ന് പറഞ്ഞാൽ ഖദിരമരം കൊണ്ടുണ്ടാക്കിയ പെട്ടകമാണ് യഹോവയുടെ നിയമപെട്ടകം. അകത്തും പുറത്തും തങ്കപ്പാളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഈ പെട്ടകത്തിനകത്ത് നിയമത്തിന്റെ 2 കൽപ്പലകകൾ എന്ന് പറഞ്ഞാൽ 2 കരിങ്കൽ പാളികൾ, 1 പറ മഞ്ഞായിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിത്തമണി, കൃപാസനം എന്ന് പേരുള്ള അടപ്പ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഈ ഭാരമേറിയ പെട്ടകം ചുമക്കുക എന്നുള്ള ശുശ്രൂഷയാണ് ദൈവം ലേവി ഗോത്രത്തിന് കൊടുത്തത്. 40 വർഷം ഈ പെട്ടകം ചുമന്നുകൊണ്ട് ലേവി ഗോത്രം മരുഭൂമിയിൽ കൂടി നടന്നുപോയി. മാത്രമല്ല, ആ യാത്ര അവസാനിക്കുമ്പോൾ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനെ ചവിട്ടിയപ്പോൾ മേൽവെള്ളം നിന്നു, താഴെയുള്ള വെള്ളം അരാബാ കടലോളം വാഴ്ന്നുപോയി. ഇവരാ യോർദാന്റെ നടുക്ക പെട്ടകം ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഭാരമേറിയ പെട്ടകം 30 ലക്ഷം വരുന്ന ഇസ്രായേൽ മക്കൾ മുഴുവൻ പേരും അക്കരെ കടക്കുന്നിടം വരെ ഇവർ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ നടക്കുന്നു. എത്ര നീളത്തിൽ യോർദാൻ നദി വിഭജിച്ചു ഉണങ്ങി എന്ന് പറഞ്ഞാലും 30 ലക്ഷം വരുന്ന ജനം അക്കരെ കടക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അവസാന വ്യക്തിയും അക്കരെ കടക്കുന്നിടം വരെ ഈ പെട്ടകം ചുമന്ന അവൻ നദിയുടെ നടുക്ക് നിൽക്കുമ്പോൾ അവൻ ക്ഷീണിക്കുന്നുണ്ട്, തളരുന്നുണ്ട്. എന്നാൽ അവിടെ തളച്ച മാതത്തക്കവണ്ണം മതക്കത്തക്കവണ്ണം വീടും ആ പെട്ടകം ചുമക്കത്തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് അവരാ നദിയുടെ നടുക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എന്നതുകൊണ്ട് ഈ ജനം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നു. ആ കാഴ്ചയും ചിന്തയുമാണ് ക്ഷീണം മറന്ന് പെട്ടകം ചുമപ്പാൻ
ലേവി പുരോഹിതന്മാരെ പ്രേരിപ്പിച്ചതെങ്കിൽ ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് ഭാരവും വേദനയുമുണ്ട്. എങ്കിലും അവരുടെ ശുശ്രൂഷയാൽ ജീവിതങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ, വാഗ്ദത്ത ദേശത്തിലേക്ക് നടക്കുന്നത് കാണുമ്പോൾ ക്ഷീണം മറന്ന് പെട്ടകം ചുമപ്പാൻ അവർക്കത് ശക്തി കൊടുക്കും. അപ്പോൾ ലേവി ഗോത്രത്തിന്റെ ഒന്നാമത്തെ ശുശ്രൂഷ പെട്ടകം ചുമക്കണം. ഇനി രണ്ടാമത്തെ ശുശ്രൂഷയോ യഹോവയുടെ സന്നിധിയിൽ നിന്ന്. ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷിക്കണം. സമാഗമന കൂടാരത്തിൽ എത്രയോ ഉപകരണങ്ങളുണ്ട്. എന്നാൽ ഇത് നാൽക്കാലി സമാഗമന കൂടാരത്തിനകത്തില്ല. നാൽക്കാലി ഉണ്ടാക്കാനുള്ള ഒരു പ്രമാണം ദൈവം മോശയ്ക്ക് കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന് ഇരിക്കുവാൻ അനുവാദമില്ല. ഈ 7-ാം മാസം 10-ാം തീയതി ഗ്രേറ്റ് അറ്റോൺമെന്റ്, ആ മഹാപാപപരിഹാര ദിവസം, അതൊരു ഉത്സവമാണ്. അന്നത്തെ ശുശ്രൂഷ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷയാണ്. അന്നത്തെ പ്രധാന കാർമ്മികൻ മഹാപുരോഹിതനാണ്. തന്റെ പാപത്തിന് വേണ്ടി കാളയാൾക്കണം. രക്തവുമായി അതിവിശ്വ സ്ഥലത്ത് പോയി 7 പ്രാവശ്യം സാക്ഷി പട്ടകത്തിൽ തളിക്കണം. രണ്ടാമത് ജനത്തിന്റെ പാപത്തിന് വേണ്ടി കോലാടിനെ അറുക്കണം. ആ രക്തവുമായി അതിവിശ്വ സ്ഥലത്ത് 2-ാം വട്ടം ചെന്ന 7 പ്രാവശ്യം തളിക്കണം. എന്നിട്ട് യാഗമൃഗങ്ങളുടെ തോലും കുടലും വകയും സ്വന്തം തോളിലെടുക്കണം. പാളയത്തിന് പുറത്തു പോകണം. പാളയം എന്ന് പറഞ്ഞാൽ 5 മൈൽ വിസ്തൃതിയിൽ ഇസ്രായേൽ മക്കൾ കിടക്കുക. 5 മൈൽ നടക്കണം. മരുഭൂമിയിൽ ശുദ്ധീകരിച്ച സ്ഥലത്ത് ഇതിനെ കൊണ്ടുവച്ച് ചുട്ടുകളയണം. 5 കിലോമീറ്റർ മൈല ഇങ്ങോട്ട് നടക്കണം. എന്നിട്ട് ഇവർ ഒന്നിച്ച് ഹോമയാഗം കഴിക്കണം. രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ. ആ വന്യ വയോധികനായ മഹാപുരോഹിതൻ ക്ഷീണിക്കും, തളരും. അവൻ ഇരിക്കുവാൻ ഒരു നാൽക്കാലി സമാഗമന കൂടാരത്തിലില്ല. ഇരുന്നു എന്ന് വച്ചാൽ ഇതുപോലുള്ള മൊസൈക്കോ ഷീറ്റോ ഇതൊന്നും അല്ല അവൻ ഇട്ടേക്കുന്നത്. അടിച്ചൊതുക്കിയ നിലമാണ്. അവൻ ഇരുന്നു എന്ന് വച്ചാൽ അവന്റെ വിശുദ്ധ വസ്ത്രത്തിൽ മാലിന്യം പറ്റും. അവൻ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കണം. ദൈവദാസന്മാരായി നാമും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് വിശ്രമം കൂടാതെ ശുശ്രൂഷിക്കുവാൻ കാരണം നമുക്കൊരു വിശ്രമ നാളുണ്ട്. അവിടെ ചെന്ന് വിശ്രമിക്കാം. എത്ര നാള്? കോടി യുഗങ്ങൾ, നിത്യ യുഗങ്ങൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കാൻ പോകുന്ന നമുക്ക് ഇവിടെ വിശ്രമിക്കാൻ അനുവാദം തന്നിട്ടില്ല. അവൻ നിന്ന് ശുശ്രൂഷിക്കണം. ഇനി മൂന്നാമത്തെ ശുശ്രൂഷയും യഹോവയുടെ നാമത്തിൽ ജനത്തെ. എങ്ങനെയുള്ള ജനം? പിറവ നിൽക്കുന്ന ജനം. മോശയുള്ള നേതാവ്, അഹരോനെയുള്ള പുരോഹിതൻ, ഇങ്ങനെ പിറവ നിൽക്കുന്ന ജനത്തെ സാധാരണ ബൈബിൾ കോളേജുകളിലും സ്കൂളുകളിലും ഇസ്രായേൽ മക്കളുടെ പിറവെടുപ്പുകൾ പഠിപ്പിക്കും. 10 മർമറിങ്സ് ഓഫ് ഇസ്രായേൽ എന്ന അതിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ. 10 പ്രാവശ്യമാണ് ഇസ്രായേൽ മക്കൾ പിറവ നിൽക്കുന്നത്. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. ഇങ്ങനെ പിറവ നിൽക്കുന്ന ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിക്കണം. യാതൊരു വൈമനസ്യവും കൂടാതെ ജനത്തെ അനുഗ്രഹിക്കണം. ഈ 3 ശുശ്രൂഷകൾ ലേവി ഗോത്രത്തിന് ദൈവം കൊടുത്ത ശേഷം ആ ഗോത്രത്തിന് കൊടുത്ത ഒരവകാശം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ അവകാശം? യഹോവ തന്നെ ലേവി ഗോത്രത്തിന്റെ അവകാശം. അത് ഒരവകാശം മാത്രമാണ്. ഈ 3 ശുശ്രൂഷ ചെയ്യുന്ന ലേവി ഗോത്രത്തിന് മാത്രം ബാക്കി 11 ഗോത്രക്കാർക്ക് കൊടുക്കാത്ത 5 അവകാശങ്ങൾ കൊടുത്തു. 5 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. ലേവി ഗോത്രത്തിന് മാത്രം ദൈവം 5 അവകാശങ്ങൾ കൊടുത്തു. ഒന്നാമത്തെ അവകാശം, യോശുവയുടെ നേതൃത്വത്തിലാണ് കനാൻ നാട് പിടിച്ചെടുക്കുന്നത്. 31 യുദ്ധങ്ങൾ നടത്തി 7 കനാന്യ ജാതികളെ നശിപ്പിച്ച ദേശം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഈ ദേശം 2 വിധത്തിലാണ് 11 ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുത്തത്. ഒന്ന്,
ചീട്ടിട്ട് വിഭാഗിച്ചു കൊടുത്തു. 2 അളവ് നൂല് പിടിച്ച വിഭാഗിച്ചു കൊടുത്തു. ഈ 2 വിധത്തിൽ ഇസ്രായേൽ 11 ഗോത്രക്കാർക്ക് ദേശം വിഭജിച്ചു കൊടുത്തപ്പോൾ ലേവി ഗോത്രത്തിന് ഒരവകാശവും കൊടുത്തില്ല. അങ്ങനെ വിഭജിച്ചു കൊടുക്കുമ്പോൾ ലേവി ഗോത്രത്തിന് അവകാശം കൊടുത്തില്ല. അതിന്റെ അർത്ഥം ലേവി ഗോത്രത്തിന് അവകാശ ഭൂമി ലഭിച്ചില്ലെന്നല്ല. ഈ 11 ഗോത്രക്കാർ തങ്ങൾക്ക് കിട്ടിയ അവകാശ ഭൂമിയിൽ നിന്ന് 48 പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവി ഗോത്രത്തിന് കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ അവകാശം. വാക്യം യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 41-ാം വാക്യം. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 41-ാം വാക്യം. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഇതാണ് ഒന്നാമത്തെ അവകാശം. 48 പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങൾ. ഈ 11 ഗോത്രക്കാർക്ക് അവകാശ ഭൂമി വിവരിച്ചു കൊടുക്കുമ്പോൾ ഈ കനാൻ നാട് പാലും തേനും ഒടുങ്ങുന്ന ദേശമാണെന്ന് പറയുമെങ്കിലും അവിടെയുണ്ട് മൊട്ടക്കുന്ന കർത്താവിനെ ക്രൂശിച്ച ഗോൽഗോത്ത മല മൊട്ടക്കുന്ന, ഏബാൽ പർവ്വതം മൊട്ടക്കുന്ന, ഗശി പർവ്വതത്തിൽ നിന്ന് അനുഗ്രഹം, ഏബാൽ പർവ്വതത്തിൽ നിന്ന് ശാപോപകരണം. അങ്ങനെ ശപിക്കുന്ന ഏബാൽ പർവ്വതം മൊട്ടക്കുന്ന. അപ്പോൾ മൊട്ടക്കുന്നുകൾ കനാൻ നാട്ടിലുണ്ട്. അപ്പൊ ചിലർക്ക് നല്ല നല്ല ദേശം കിട്ടി അളവ് നൂല് പിടിച്ചപ്പോൾ, വേറെ ചിലർക്ക് ചില മൊട്ടക്കുന്നുകളും പാൻ ഭൂമികളും കിട്ടി. ഈ നല്ല ഭൂമി കിട്ടിയവന്റെ സാക്ഷ്യമാണ് അളവ് നൂല് എനിക്ക് മനോഹര ദേശത്ത് വീണു, അതേ എനിക്ക് നല്ലൊരവകാശം കിട്ടിയത് പാടിയത് നല്ല ഭൂമി കിട്ടിയവന്റെ സാക്ഷ്യമാണ്. അപ്പോൾ തന്നെ പാഴ്ഭൂമി കിട്ടിയവർ ചിലരൊക്കെ ആ കൂട്ടത്തിലുണ്ട്, നല്ല ഭൂമിയുടെ കൂട്ടത്തിൽ. എന്നാൽ ലേവി ഗോത്രത്തിന് 48 പട്ടണങ്ങൾ അവയുടെ പുൽപ്പുറങ്ങളും മാത്രമേ കിട്ടിയുള്ളെന്ന് പറഞ്ഞാൽ ഒരു പാഴ്ഭൂമിയും ലേവി ഗോത്രത്തിന് കിട്ടിയില്ല. ഈ ലേവി ഗോത്രത്തിന് കിട്ടിയ ഈ 48 പട്ടണങ്ങളിൽ നിന്ന് 6 പട്ടണങ്ങൾ സിറ്റീസ് ഓഫ് റിഫ്യൂജ്, സങ്കേത പട്ടണങ്ങളായി ലേവി ഗോത്രം മാറ്റി. 6 സങ്കേത പട്ടണങ്ങളും ലേവിക്ക് കിട്ടിയ പട്ടണത്തിൽ നമം കൊടുത്തതാണ്. വാക്യം തെളിവാണ്. സംഖ്യാപുസ്തകം 35-ാം അധ്യായം. സംഖ്യാപുസ്തകം 35-ാം അധ്യായം 2-ാം വാക്യം ആദ്യം വായിക്കാം. 2-ാമത്തെ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിക്കുവാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് കൽപ്പിക്കുക. പട്ടണങ്ങളോട് കൂടെ അവരുടെ പുൽപ്പുറവും നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കണം. ഇനി 6-7 വാക്യങ്ങൾ. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേതങ്ങളായിരിക്കും. കേട്ടോ? അപ്പോൾ ഈ 6 സങ്കേത പട്ടണങ്ങൾ ലേവിക്ക് ലഭിച്ച പട്ടണങ്ങളാണ്. 48 പട്ടണങ്ങൾ ലേവി ഗോത്രത്തിന് ലഭിച്ചതിൽ 6 പട്ടണങ്ങൾ സങ്കേത പട്ടണങ്ങളായി ലേവി ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു കൊടുത്തു. 3 യോർദാന്റെ അങ്ങേക്കരെ, 3 പട്ടണങ്ങൾ യോർദാന്റെ ഇങ്ങേക്കരെ. എന്തിനാണ് സങ്കേത പട്ടണം? നമുക്കറിയാം. ഒരുത്തൻ അബദ്ധവശാൽ മറ്റൊരാളെ കൊന്നുപോയാൽ അബദ്ധവശാലുള്ള കൊലപാതകത്തിന് ദൃഷ്ടാന്തങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരാള് മരം മുതിക്കുന്നു, കോടാലി കൊണ്ട് കയ്യിൽ നിന്ന് കോടാലി തെറിച്ചു പോയി അടുത്തുന്നവരുടെ ദേഹത്ത് തട്ടി അവൻ കൊല്ലപ്പെടുന്നു. മനഃപൂർവമല്ല, അബദ്ധവശാലുള്ള കൊലപാതകം. ഒരാൾ കല്ല് വലിച്ചെറിയുന്നു, ലക്ഷ്യം തെറ്റി മറ്റൊരാളുടെ ദേഹത്ത് പൊള്ളുന്നു, അവൻ കൊല്ലപ്പെടുന്നു. അബദ്ധവശാലുള്ള കൊലപാതകം. ഏത് സാഹചര്യത്തിൽ കൊല നടന്നു എന്ന് മരിച്ചവന്റെ ബന്ധുക്കൾ അന്വേഷിക്കത്തില്ല. തൽക്ഷണം കൊന്നവനെ കൊല്ലും എന്നുള്ള പ്രമാണം അത് തന്നെയാണ്. അങ്ങനെ കൊല്ലാൻ വരുന്നവർക്ക് കൊടുത്തിരിക്കുന്ന പേര് രക്തപ്രതികാരകന്മാർ. രക്തപ്രതികാരകന്മാർ കൊല്ലാൻ വരുമ്പോൾ ഇത് അബദ്ധവശാൽ നടന്ന കൊലപാതകമാണ്. ഇവൻ ഓടി രക്ഷ പ്രാപിപ്പാൻ നിയമിച്ച സങ്കേത പട്ടണങ്ങൾ 6 ആ സങ്കേത പട്ടണത്തിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ രക്തപ്രതികാരകന് ഇവനെ തൊടാൻ അനുവാദമില്ല. ഈ സങ്കേത പട്ടണം
വളരെ അടുത്തുണ്ടായിട്ടും രക്തപ്രതികാരകനാൽ കൊല്ലപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് അബ്നേർ. അബ്നേരിനെ യോവാബ് കൊല്ലുകയായി. അബ്നേർ ശൗലിന്റെ സേനാധിപതി, യോവാബ് ദാവീദിന്റെ സേനാധിപതി. ശൗലൊക്കെ മരിച്ചു കഴിഞ്ഞ ശേഷം അബ്നേർ സന്ധി സംഭാഷണത്തിന് ദാവീദിനെ വന്ന് കണ്ടു. അന്നേരം യോവാബ് ഇല്ലാതെ. ഈ അബ്നേർ പോയപ്പോഴാണ് യോവാബ് വരുന്നത്. ഇങ്ങനെ അബ്നേർ വന്നു രാജാവുമായി സംഭാഷിച്ചു എന്ന് കേട്ട ഉടനെ ഇവൻ ദാവീദ് രാജാവിനെ കാണാതെ അബ്നേരെ പുറകെ ചെന്നു. സങ്കേത പട്ടണത്തിന്റെ പടിവാതിക്കലേക്ക് മാറ്റി നിർത്തി. സഹോദര, എനിക്ക് നിന്നോട് സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അവൻ ഒളിച്ചു വച്ചിരുന്ന ചുരിയെടുത്ത് അവനെ വയറ്റത്ത് കുത്തിക്കൊന്നു. ഈ സംഭവം ഈ ദാവീദ് കേട്ടു. ഈ കൊല്ലാൻ കാരണമുണ്ട്. യോവാബിന്റെ സഹോദരനായ അസാഹേലിനെ കൊന്നത് ഈ അബ്നേറാണ്. അപ്പോൾ യോവാബ് രക്തപ്രതികാരകനാണ്. തന്റെ സഹോദരനെ കൊന്നവനെ കൊല്ലുവാൻ തക്കം പാർത്ത് നടക്കുകയാണ്. അവൻ അതുപോലെ അവരെ കൊന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് സംഭവം കേട്ടപ്പോൾ ദാവീദ് പാടിയ വിലാപഗീതം ഇങ്ങനെയാണ്: അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കൈകൾ ബന്ധിച്ചിട്ടില്ല, നിന്റെ കാലുകൾ ബന്ധിച്ചിട്ടില്ല, എങ്കിലും അബ്നേർ ഒരു നീചനെ പോലെ മരിച്ചു. ഇത് ദാവീദ് പാടാൻ കാര്യമുണ്ട്. അബ്നേരെ, നീ എവിടെ വെച്ചാ കൊല്ലപ്പെട്ടത്? സങ്കേത പട്ടണമായ ഹെബ്രോന്റെ പടിവാതിക്കൽ. അവൻ ചുരുങ്ങിയെടുക്കുമ്പോ നീ ഓടണ്ട, ഒരു കാലെടുത്ത് വച്ചാൽ മതി. സങ്കേത പട്ടണത്തിലായി. സങ്കേത പട്ടണത്തിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ ഇവന് തൊടാൻ അനുവാദമില്ല. പിന്നെ കുറ്റം അവന്റെ മേൽ പോയി. നിന്റെ കൈകൾ കെട്ടിട്ടില്ല, ഒരു തട്ട് കെട്ടരുതോ. നിന്റെ കാല് കെട്ടിയിട്ടില്ല, ഒന്ന് ചാടിയാൽ മതിയല്ലോ. പുതിയ നിയമത്തിലെ ഏക സങ്കേതം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. രക്തപ്രതികാരകനായ പിശാച് എന്നെയും നിങ്ങളെ നശിപ്പിക്കാൻ വന്ന സ്ഥാനത്ത് നാം ശരണത്തിനായി ഓടി രക്ഷ പ്രാപിച്ച നമ്മുടെ സങ്കേത പട്ടണം കർത്താവായ യേശുവാണ്. ആ കാര്യം വായിക്കുന്നുണ്ട്. ശരണത്തിനായി ഓടി വന്ന നമുക്ക്, നമ്മൾ ശരണത്തിനായി ഓടിച്ചെന്നത് കർത്താവിന്റെ അടുക്കലാണ്. ഈ സങ്കേത പട്ടണം അടുത്തുണ്ടായിട്ടും രക്തപ്രതികാരകനായ പിശാചിന്റെ കയ്യിൽ അനേക തകരുന്ന ദയനീയമായ കാഴ്ച ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരും. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്ത ലേവി ഗോത്രത്തിന് കൊടുത്ത ഒന്നാമത്തെ അവകാശം 48 പട്ടണങ്ങൾ അവരുടെ പുൽപ്പറകൾ. ഇനി രണ്ടാമത്തെ അവകാശം സംഖ്യാപുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 27. ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രായേലിനുള്ള ദശാംശം എല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ അവകാശം, ദശാംശം അവകാശം. 48 പട്ടണങ്ങൾ അവരുടെ പുൽപ്പുറങ്ങൾ അവകാശം. 2 ദശാംശം അവകാശം. അത്ര പറഞ്ഞാൽ പോകണം. ലേവി ഗോത്രത്തിന് ജോലി ചെയ്യാൻ അവകാശമില്ല. ബാക്കി 11 ഗോത്രക്കാർക്ക് ജോലി ചെയ്യാം. കൂടാതെ പണിയോ ഇല്ലെങ്കിൽ തോലിലെ പണിയോ ഇല്ല ആട് വളർത്താം, എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം. ലേവി ഗോത്രം ആലയത്തിൽ ശുശ്രൂഷിക്കണം. ബാക്കി 11 ഗോത്രക്കാര് ജോലിക്ക് പോയി. ഓരോ ഗോത്രക്കാർക്ക് ഇപ്പൊ $100 വെച്ച് ലഭിച്ചു എന്ന് വെച്ചു. ഒരു മാസം ഒരാഴ്ചയാണ് $100 വരുമാനം കിട്ടിയ രൂപയിൽ എത്ര ഡോളർ ദശാംശമായിട്ട് ലേബിടെ കൊടുക്കണം? സംശയം പോയി. $10. 11 ഗോത്രക്കാർ $10 വച്ച് ആലയത്തെ ശുശ്രൂഷിക്കുന്ന ലേബിടെ കൊടുക്കും. അപ്പൊ കൊടുത്ത രൂപയുടെയും ശിമിയോന്റെയും നഫ്താലിയുടെ കയ്യിൽ എത്ര ഡോളർ വെച്ചുണ്ട്? 90. വാങ്ങിച്ച ലേബിയുടെ കയ്യിലോ 110. ഇപ്പൊ കൊടുത്തിയ ആള് ആ ആഴ്ച $90 കൊണ്ട് ജീവിക്കുമ്പോൾ വാങ്ങിച്ച ആള് ആ ആഴ്ച $110 കൊണ്ട് ജീവിക്കണം. ഈ $110 ദശാംശമായി കൈ കിട്ടിയ ലേവി
അതിന്റെ ദശാംശമായ അല്ലെങ്കിൽ $110 ദശാംശമായ $11 അത് മഹാപുരോഹിതന്റെ കൈ കൊടുക്കണം. അതിന് വാക്യമുണ്ട്. അതേ അധ്യായം 25-ാം വാക്യം, 25-ാം വാക്യം, 18-ാം അധ്യായം 25-ാം വാക്യം. നീ ലേവിയരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിന്റെ 10% യഹോവയ്ക്ക് എന്ന് പറഞ്ഞാൽ ആലയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കണം. മഹാഗോദരേൽപ്പിക്കണം. അപ്പൊ $11 മാറ്റി വെച്ചാലും പിന്നെ ലേവിയുടെ കയ്യിൽ എത്ര ഡോളർ? 99. കൊടുത്തിയാള് $90 കൊണ്ട് ജീവിക്കുമ്പോൾ വാങ്ങിച്ചയാള് $99 കൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ശുശ്രൂഷ ഏൽപ്പിച്ച ലേവിയുടെ അവകാശം ദശാംശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ ഒരു പടി ഉയർന്നാണ് ലേവി ഗോത്രം ജീവിച്ചതെന്ന് ചുരുക്കം. 48 പട്ടണങ്ങൾ അവിടെ പറഞ്ഞു. 2 ദശാംശം ലേവി ഗോത്രത്തിന്റെ അവകാശം. ഇനി ലേവി ഗോത്രത്തിന്റെ 3ാമത്തെ അവകാശം യോശുവയുടെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലേവി ഗോത്രത്തിന് അവനൊരു അവകാശവും കൊടുത്തില്ല. ലേവി ഗോത്രത്തിന് അവൻ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ദഹനയാഗങ്ങൾ താൻ അവരോട് കൽപ്പിച്ചതുപോലെ അവരുടെ അവകാശം ആകുന്നു. ഇതാണ് 3ാമത്തെ അവകാശം. ദഹനയാഗങ്ങൾ, ഫയർ ഓഫറിംഗ്സ്. അത്രയും പറയുമ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് ദൈവ ചട്ടമായി 5 യാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5 യാഗങ്ങൾ നമ്മൾ ലേവ്യ പുസ്തകത്തിലാണ് കാണുന്നത്. 1ാമത്തെ യാഗം ഹോമയാഗം, ബേൺഡ് ഓഫറിംഗ്. ആ ഹോമയാഗത്തിന്റെ ചട്ടമാണ് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. 2ാമത്തെ യാഗം ഭോജനയാഗം, മീറ്റ് ഓഫറിംഗ്. ആ ഭോജനയാഗത്തിന്റെ ചട്ടമാണ് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. 3ാമത്തെ യാഗം സമാധാനയാഗം, പീസ് ഓഫറിംഗ്. ആ സമാധാന യാഗത്തിന്റെ ചട്ടം ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. 4ാമത്തെ യാഗം പാപയാഗം, സിൻ ഓഫറിംഗ്. അതിന്റെ ചട്ടം ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിലാണ്. 5ാമത്തെ യാഗം അകൃത്യയാഗം, ട്രസ്പാസ് ഓഫറിംഗ്. അതിന്റെ ചട്ടം ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിലാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. 1ാമത്തെ യാഗം ഹോമയാഗം, ബേൺഡ് ഓഫറിംഗ്. 2ാമത്തെ യാഗം ഭോജനയാഗം, മീറ്റ് ഓഫറിംഗ്. 3ാമത്തെ യാഗം സമാധാനയാഗം, പീസ് ഓഫറിംഗ്. 4ാമത്തെ യാഗം സിൻ ഓഫറിംഗ്, പാപയാഗം. 5ാമത്തെ യാഗം ട്രസ്പാസ് ഓഫറിംഗ്, അകൃത്യ യാഗം. ദഹനയാഗമെന്ന് പറഞ്ഞൊരു യാഗമില്ല. ഈ 5 യാഗങ്ങളുടെയും പൊതുനാമമാണ്, കോമൺ നെയ്യുമാണ് ഫയർ ഓഫറിംഗ്, ദഹനയാഗം. ഞാൻ ചൂണ്ടിക്കാണിക്കാം. ലേവ്യ പുസ്തകം ഓരോ യാഗം അവസാനിക്കുമ്പോഴും ദൈവത്തിന്റെ സൗരഭ്യ വാസനയായ ദഹനയാഗം, ദൈവത്തിന്റെ സൗരഭ്യ വാസനയായ ദഹനയാഗം എന്ന് എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം ഹോമയാഗത്തിന്റെ പ്രമാണമാണ്. 9-ാം വാക്യത്തിന്റെ ഒടുവിലൊന്ന് നോക്കിയേ. അത് യഹോവയ്ക്ക് 9-ാം വാക്യത്തിന്റെ ഒടുവിൽ കണ്ടോ? ലേവ്യ പുസ്തകം 1-ാം അധ്യായം. അത് യഹോവയ്ക്ക് സൗരഭ്യ വാസനയായ ദഹനയാഗം. ഹോമയാഗത്തിന്റെ പ്രമാണമാണെന്ന് അതിന്റെ 3-ാം വാക്യത്തിലുണ്ട്. അവർ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നു എങ്കിൽ, അപ്പോൾ ഹോമയാഗത്തെ പറ്റി പറയുന്നിടത്ത് പറയുന്നു അത് ദൈവത്തിന്റെ സൗരഭ്യ വാസനയായ ദഹനയാഗം. ഇനി 2ാമത്തെ യാഗം ഭോജനയാഗം. 2ാമത്തെ യാഗം 1-ാം വാക്യം ഒന്ന് വായിച്ചത്. 2-ന്റെ 1. കണ്ടോ? അപ്പോൾ ഭോജനയാഗത്തിന്റെ പ്രമാണമാണ്. ഇനി അതിന്റെ
ഓരോ പ്രാതിന്റെ അവസാനമുണ്ട്. 16-ാം വാക്യത്തിന്റെ ഒടുവിലൊന്ന് നോക്കിയേ. 16-ാം വാക്യത്തിന്റെ ഒടുവിൽ അത് യഹോവയ്ക്ക് ഒരു ദഹനയാകും. ഇനി 3-ാം അധ്യായം 1-ാം വാക്യം സമാധാനയാകുക, സമാധാനയാകും. ഇനി 5-ാം വാക്യത്തിന്റെ ഏച്ചോടിയിൽ നോക്കിയേ, അത് യഹോവയ്ക്ക് ദഹനയാകും. അപ്പോൾ ഹോമയാഗം ദഹനയാകും, ഭോജനയാഗം ദഹനയാകും, സമാധാനയാഗം ദഹനയാഗം. അപ്പോൾ ദഹനയാഗം കോമൺ നെയിമാണ്, പൊതുനാമമാണ്. ഈ 5 യാഗങ്ങളും തീയിൽ വച്ച് ദഹിപ്പിക്കുന്നതായതുകൊണ്ട് ദഹനയാഗം, ഫാർ ഓഫറിംഗ് എന്നൊരു പൊതുനാമമാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ 5 യാഗങ്ങളെ 2ആയിട്ട് തിരിച്ചാൽ ആദ്യത്തെ 3 യാഗങ്ങൾ ഒരു ഗ്രൂപ്പാണ്. അതിന് കൊടുത്തിരിക്കുന്ന പൊതുനാമം സൗരഭ്യ വാസനാ ബലികൾ, സൗരഭ്യ വാസനാ ബലികൾ. പിന്നത്തെ 2 യാഗങ്ങൾ മറ്റൊരു ഗ്രൂപ്പാണ്, പാപയാഗം, അകൃത്യാഗം. അതിന്റെ കോമൺ നെയിം സൗരഭ്യ വാസന അല്ലാത്ത ബലികൾ. ആദ്യത്തെ 3 യാഗങ്ങൾ സൗരഭ്യ വാസന യാഗങ്ങൾ, പിന്നത്തെ 2 യാഗങ്ങൾ സൗരഭ്യ വാസന അല്ലാത്തയാണ്. തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ യാഗവസ്തു കാളയോ ചെമ്മരിയാടോ കോലാടോ പുതുപ്പാവോ പ്രാവൻകുഞ്ഞോ ഇതൊക്കെയാണ്. ഇതിനെ യാഗപീഠത്തിൽ വയ്ക്കുമ്പോൾ സൗരഭ്യവാസന ബലികൾ, ഹോമയാഗം, ഭോജനയാഗത്തിൽ ഈ മൃഗങ്ങളുടെ ഉടലില്ല, നേരിയ മാവ്, പുളിപ്പില്ലാത്ത ദോശ, വടയൊക്കെയാണ്. സമാധാനയാഗം, ഹോമയാഗവും സമാധാനയാഗവും വയ്ക്കുമ്പോൾ ഒരു പിടി കുന്തിരിക്കം ആ യാഗവസ്തുവിന്റെ മുകളിൽ വെക്കണം. അപ്പോൾ മാംസം ചുട്ട് കരിയുമ്പോൾ കുന്തിരിക്ക പുകഞ്ഞ അതിന്റെ സുഗന്ധം കൊണ്ട് ആലയം നിറയും. അതുകൊണ്ട് അത് സൗരഭ്യവാസന ബലികളാണ്. പാപയാഗോ അകൃത്യാഗോ അർപ്പിക്കുമ്പോൾ കുന്തിരിക്കാൻ വയ്ക്കാൻ അനുവാദമില്ല. സംഭവിക്കുന്നതോ പച്ച മാംസം ചുട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന രൂക്ഷ ഗന്ധം കൊണ്ട് ആലയം നിറയും. ഈ യാഗങ്ങൾ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ പരമയാഗമായപ്പോൾ പിതാവായ ദൈവത്തിന് അവൻ സൗരഭ്യ വാസന ബലിയായപ്പോൾ മാനവ ജാതിക്ക് അവൻ സൗരഭ്യ വാസന അല്ലാത്ത ബലിയായി. ക്രൂശിൽ കിടക്കുമ്പോൾ നന്നായി നന്നായി എന്ന് പറഞ്ഞ തലകുലിക്ക് ജലം കടന്നുപോയി. അവരുടെ കണ്ണിന്റെ മുമ്പിൽ യേശുവിന്റെ ബലി മരണം സൗരഭ്യ വാസന അല്ലാതിരുന്നപ്പോൾ പിതാവായ ദൈവത്തിന് അവന്റെ ക്രൂശിലെ മരണം ആ ബലി സൗരഭ്യ വാസനയുള്ള ബലിയായി മാറി. അപ്പൊ നമ്മുടെ ചിന്താവിഷയം ലേവി ഗോത്രത്തിന്റെ അവകാശം ദഹനയാകും എന്ന് പറഞ്ഞാൽ ഈ യാഗവസ്തു കൊണ്ടുവന്നാൽ ഈ 5 യാഗങ്ങളിൽ നിന്നും ഓരോഹരി ലേവിയുടെ അവകാശം. ഒന്നാമത്തെ യാഗം നോക്കാം, ഹോമയാഗം കൊണ്ടുപോകാം. അത് കാളയാകാം, ചെമ്മരിയാടാകാം, കോലാടാകാം. ഹോമയാഗ മൃഗത്തിന്റെ തോൽ ലേവിക്കുള്ളതാണ്. ദിവസം 100 കണക്കിന് ഹോമയാഗം അർപ്പിക്കുക. 100 കണക്കിന് ആടിന്റെ കാളയുടെ തോല ലേവിക്ക് കിട്ടിയ വിറ്റ് കാശാക്കരുത്. ഇതാ ലേവി ചെയ്തോണ്ടിരുന്നത്. ഇനി സമാധാനയാഗം കൊണ്ടുവന്നു. അത് ആടേ ആകാവൂ, ആട് മാത്രമേ ആകാവൂ. ഈ സമാധാനയാഗമൃഗത്തിന്റെ കഴുത്തകത്ത് തോൽ ഉതിഞ്ഞു കഴിഞ്ഞാൽ വലത്തെ കൈക്കുടക മഹാപുരോഹിതന്റെ അവകാശമാണ്. സമാധാനയാഗമൃഗത്തിന്റെ നെഞ്ചിന്റെ ഭാഗം ലേവിയുടെ അവകാശമാണ്. അപ്പോൾ സമാധാനയാഗത്തിന് ആടിനെ കൊണ്ടുവന്നു, തോലിച്ചു, കഴുത്ത് കണ്ടിച്ചു, വലത്തെ കൈക്കുടക അടുത്തു മാറ്റി മഹാപുരോഹിതന്റെ വീട്ടിൽ കൊടുത്തേക്കുക. നെഞ്ചിന്റെ ഭാഗം അടർത്തിയെടുത്ത് അവൻ തന്റെ വീട്ടിൽ കൊണ്ടുപോകുക. ദിവസം 100 കണക്കിന് സമാധാനയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ലേവി പട്ടിണി കിടക്കി അല്ലെന്ന് മാത്രമല്ല എന്നും മട്ടനടിച്ച് ജീവിക്കുക. ഇനി ഭോജനയാഗം കൊണ്ടുവന്നു, പുളിപ്പില്ലാത്ത അപ്പം, ദോശ, വട എല്ലാം കൂടെ ദഹിപ്പിക്കാനില്ല, അല്പസ്വല്പം വയ്ക്കത്തേ ഉള്ളൂ, ബാക്കി ഇവര് വീട്ടിൽ കൊണ്ടുപോകും. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ലേവിയുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കണ്ട, സുഭിക്ഷമായിട്ട് ജീവിക്കുക. ഇപ്പൊ ലേവി ഗോത്രത്തിന്റെ അവകാശം ദഹനയാഗമെന്ന് പറഞ്ഞാൽ അവൻ സുഭിക്ഷമായി ജീവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 48 പട്ടണങ്ങൾ അവിടെ ഉൾപ്പെടുന്നത്. 2 ദശാംശം, 3 ദഹനയാഗങ്ങൾ.
ഇനി ലേവി ഗോത്രത്തിന്റെ 4-ാമത്തെ അവകാശം അതേ അദ്ദേഹത്തിൽ തന്നെയുണ്ട്. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 33-ാമത്തെ വാക്യം. 33-ാം വാക്യം. ലേവി ഗോത്രത്തിനോ മോശെ ഒരു അവകാശവും കൊടുത്തില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവരോട് കൽപ്പിച്ചതുപോലെ താൻ തന്നെ അവരുടെ അവകാശം. ഇത് ഞാൻ നമ്മുടെ നേരത്തെ ആവർത്തന പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ കണ്ട യഹോവ അവരോട് അരുളി ചെയ്തതുപോലെ താൻ തന്റെ ലേവി ഗോത്രത്തിന്റെ അവകാശം. ഇതിപ്പോഴും അവകാശം ലഭിക്കാനുണ്ട്. അഖിലാണ്ടത്തിന്റെ ഉടയവൻ മുഴുവനോട് ലേവി ഗോത്രത്തിന്റെ അവകാശമെങ്കിൽ ദൈവമക്കളെ ദാവീദ് പാടി ഹല്ലേലൂയ എന്റെ രക്ഷയുടെ പാനപാത്രത്തിന്റെ പങ്ക് യഹോവയാകുന്നു. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ നമ്മുടെ ഓഹരി നമ്മുടെ അവകാശം യഹോവയായ ദൈവം തന്നെയാണ്. ലേവി ഗോത്രത്തിന്റെ 5-ാമത്തെ അവകാശം യോശുവയുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്. 18-ാം അധ്യായം 7-ാമത്തെ വാക്യം. 18-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഓഹരിയില്ലല്ലോ. ഇതാണ് 5-ാമത്തെ അവകാശം. ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവി ഗോത്രത്തിന്റെ അവകാശം. പുരോഹിതനായ ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു. പ്രവാചകൻ ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിക്കുന്നു. പ്രവാചകൻ ദൈവത്തിന് പകരമായി നിന്ന് ജനത്തോട് സംസാരിക്കുമ്പോൾ പുരോഹിതൻ ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിക്കും. ലേവി ഗോത്രത്തിന്റെ അവകാശം പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ലേവി എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന്റെ പ്രാർത്ഥന കേൾക്കാം. ഇയ്യോബിനോട് പറഞ്ഞതുപോലെ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവന്റെ മുഖത്ത് യാതിരിക്കും. ഇയ്യോബ് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന്റെ പ്രാർത്ഥന കേട്ടിരിക്കും. ഇത് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു. ലേവി ഗോത്രത്തിന്റെ അവകാശം പൗരോഹിത്യം. ലേവി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടവനാണ്. ആ ശുശ്രൂഷ ആ അവകാശം ദൈവം ലേവിക്ക് കൊടുത്തു. അപ്പോൾ ദൈവം ലേവിക്ക് കൊടുത്ത 3 ശുശ്രൂഷകൾ, ദൈവം ലേവിക്ക് കൊടുത്ത 5 അവകാശങ്ങളുമാണ് നമ്മൾ ഇവിടെ കണ്ടത്. പുതിയ നിയമത്തിലെ പുരോഹിതന്മാരാര്? 1 പത്രോസ് ലേഖനത്തിൽ നാം വായിക്കുന്നു, നാമോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും. ഇവിടെ നിൽക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാണെങ്കിൽ നമുക്കുള്ള അവകാശമാണ് ഈ കണ്ട അവകാശങ്ങളല്ല. ദൈവം നമ്മെ ഉണ്മയായി നടത്തുന്ന ശുശ്രൂഷയ്ക്ക് പങ്കാളിത്തം വഹിപ്പാൻ ദൈവം നമ്മളെയെല്ലാം തിരഞ്ഞെടുത്ത വിവിധങ്ങളായ ശുശ്രൂഷകൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ അവകാശക്കാരായി ദൈവം നമ്മളെയും കണ്ടിട്ടുണ്ട്. ദൈവത്തിനെ മഹത്വം. അപ്പോൾ നമ്മളിവിടെ കണ്ടത് ആകിയാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ശുശ്രൂഷ, ഞാൻ നിങ്ങൾക്ക് അവകാശമൊന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് 5 കാര്യം ആവശ്യപ്പെടുന്നു. ഇനി രണ്ടാമത് ദൈവം ഈ ജനത്തിനു വേണ്ടി ചെയ്തത് എന്താ? ആ 11-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. രണ്ടാമത് ചെയ്തത് മോശയുടെ അപേക്ഷ ദൈവം കേട്ടു. മോശയുടെ അപേക്ഷ ദൈവം കേട്ടു. എന്താ മോശയുടെ അപേക്ഷ? അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ തലേ അധ്യായത്തിൽ തന്നെയുണ്ട്. 9-ാം അധ്യായം, ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6 തൊട്ടേ ഒന്ന് വായിച്ച് ചില വാക്യങ്ങൾ എല്ലാം വായിക്കണ്ട. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തം അല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുഷ്ടാഠ്യമുള്ള ജനമല്ലോ. നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ച് 8 വായിച്ചാൽ മതി. നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു, അതുകൊണ്ട് യഹോവ നിങ്ങളെ നശിപ്പിപ്പാൻ വിചാരിക്കും വണ്ണം നിങ്ങളോട് കോപിച്ചു. യഹോവ നിങ്ങളോട് ചെയ്യുക നിയമത്തിന്റെ പലകകളായ കൽപ്പലകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും പർവ്വതത്തിൽ താമസിച്ചു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന്റെ വിരൽ
സീനായി പർവ്വതത്തിൽ നിന്നപ്പോൾ യഹോവ വിരലുകൊണ്ട് എഴുതിയ കൽപ്പലക യഹോവ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താഴെ വന്നപ്പോൾ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി നൃത്തം ചെയ്യുന്നു, ആരാധിക്കുന്നു. അഹ്റോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയേച്ച് പറഞ്ഞു, ഇസ്രായേലെ കേൾക്ക, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇതാവും. മോശ ഇറങ്ങി വന്നപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ മോശയുടെ ധാർമ്മിക ദോഷം ഉണർന്നിട്ട് കൽപ്പലക രണ്ടും എരിഞ്ഞുടച്ചു. ആ കൽപ്പലക ചെത്തിയുണ്ടാക്കുന്ന ദൈവം, അതിൽ എഴുതിയത് ദൈവത്തിന്റെ വിരലുമാണ്. അതാണ് ഉറച്ചു കണ്ടത്. രണ്ടാം വട്ടം ദൈവം മോശയോട് പറഞ്ഞു, നീ 2 കൽപ്പലക ചെത്തിയുണ്ടാക്കുക, എന്റെ അടുക്കൽ വീണ്ടും കാവുക. അതേ അധ്യായത്തിലുണ്ട് 29-ാം വാക്യം. 29-ാം വാക്യം. അവർ നിന്നെ മഹാബലം കൊണ്ടും നീട്ടി 19-ാം വാക്യം. 19-ാം വാക്യം വായിച്ചാൽ യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു. എന്നാൽ യഹോവ ആ പ്രാവശ്യവും എന്റെ അപേക്ഷ കേട്ടു. ആ പ്രാവശ്യവും എന്റെ അപേക്ഷ കേട്ടു. ഈ കാര്യമാണ് 10-ാം അധ്യായത്തിൽ ദൈവം എടുത്തു ധരിച്ചത്. മോശയുടെ അപേക്ഷ ഞാൻ കേട്ടു. എന്താ മോശയുടെ അപേക്ഷ? ഈ ജനത്തെ നശിപ്പിക്കണം. ആ ജനത്തിനു വേണ്ടി മോശ പക്ഷപാതം ചെയ്തു. മോശ ചെത്തിയുണ്ടാക്കിയ കൽപ്പലകയിൽ ദൈവം വീണ്ടും തന്റെ വിരലുകൊണ്ട് 10 കൽപ്പനകൾ എഴുതിക്കൊണ്ടു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ കൈ, ഭുജം, കരം, ആദിയോടന്തം ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ദൈവത്തിന്റെ കയ്യെപ്പറ്റി, കരത്തെ പറ്റി ഒത്തിരി പരാമർശങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വിരലിനെ പറ്റി വേദപുസ്തകത്തിൽ 6 പരാമർശങ്ങളെ. അത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. 8:30 ഞാൻ നിർത്തും. സമയം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കണം. എണ്ണം പറഞ്ഞൊക്കെ പോകുമ്പോൾ നിങ്ങൾ പോകുമെന്നൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ വിരൽ, ദൈവത്തിന്റെ ഭുജത്തെ പറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വിരൽ വെളിപ്പെട്ടി 6 സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ഈ വിരൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന 6 കാര്യങ്ങൾ കൂടിയാണ്. 8-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. 8-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. 8-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും, നിന്റെ വിരലുകളുടെ പണിയായ ആകാശം. ദൈവത്തിന്റെ വിരൽ ചെയ്യുന്ന 1-ാമത്തെ കാര്യം ഇത് പണിയുന്ന വിരലാണ്. ദൈവത്തിന്റെ വായിലെ ശ്വാസം കൊണ്ട് സകലവും ഉളവായി എന്ന് വായിക്കുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാർ പറയുന്നു, ഇതെല്ലാം ദൈവത്തിന്റെ വിരലാണ്. ഈ വിരലാണ് എന്നെയും നിങ്ങളെയും പണിതത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മളെ മടഞ്ഞെടുത്ത ദൈവത്തിന്റെ വിരൽ. 139-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ നമുക്കറിയാം. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മെടയാൽ ഉപയോഗിക്കുന്നത്, ഓല മടിയാൽ ഉപയോഗിക്കുന്നത് വിരല. ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 139-ാം സങ്കീർത്തനത്തിൽ. നീ എന്നെ മെടഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമുക്ക് രൂപമാക്കി തന്ന കേടുകൂടാതെ ഈ നിലയിൽ മെടഞ്ഞെടുത്തത് ദൈവത്തിന്റെ വിരല. ദൈവത്തിന്റെ വിരല് നമ്മളെ മെടയുന്ന വിരൽ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മൾ കടന്നു പോകേണ്ട 5 കൂടാരങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. വിഷയം വിട്ടാണെങ്കിലും ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി കടന്നു പോകാൻ പോകുന്ന 5 കൂടാരം. 1-ാമത്തെ കൂടാരം അമ്മയുടെ ഉദരമാകുന്ന കൂടാരം. ആ കാര്യം 139-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വായിച്ചാലും വേണ്ടില്ല. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, മെടഞ്ഞു.
ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മളെ കഴിഞ്ഞുകൂടിയ ഒന്നാമത്തെ കൂടാരം 10 മാസം നമ്മൾ ആ കൂടാരത്തിൽ കഴിഞ്ഞുകൂടി. ആ കൂടാരം പൊളിഞ്ഞ് നാം ഒരു പുതിയ ലോകത്തിലേക്ക് വന്നു. രണ്ടാമത്തെ കൂടാരം ശരീരമാകുന്ന കൂടാരം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പടിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം മീതെ സ്വർഗത്തിലുണ്ട്. അവിടെ കൂടാരമെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ കാര്യമാണ്. മോശയുടെ ഭാഷയിൽ പറഞ്ഞാൽ 70 ഏറിയാൽ 80 അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത് വേഗം തീരുകയും നാം ഇവിടെ നിന്ന് പകർന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കൂടാരം ശരീരമാകുന്ന കൂടാരം, നമ്മൾ കടന്നു പോകുന്ന രണ്ടാമത്തെ കൂടാരം. മൂന്നാമത്തെ കൂടാരം സഭയാം കൂടാരം. സഭയാം കൂടാരം 15-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ വാഴും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നവരുടെ, നിത്യപർവ്വതത്തിൽ വസിക്കാൻ പോകുന്നവരുടെ യോഗ്യതകളാണ് ആ സങ്കീർത്തനത്തിൽ താഴെ എണ്ണി എണ്ണി പറയുന്നു. അവിടെ കൂടാരമെന്ന് പറഞ്ഞിരിക്കുന്നത് സഭയുടെ കാര്യമാണ്. സഭയാ കൂടാരത്തിൽ പാർക്കുന്നു, നിത്യപർവ്വതത്തിൽ നാം വസിക്കുന്നു. ആ കൂടാരത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടും. നാലാമത്തെ കൂടാരം വീടാകുന്ന കൂടാരം. 120-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ട് കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ട് എനിക്ക് അയ്യോ. അവിടെ കേദാർ കൂടാരമെന്ന് പറഞ്ഞിരിക്കുന്നത് വീടിന്റെ കാര്യം. തെളിവ് ഉത്തമഗീതത്തിലുണ്ട്. 1-ാം അധ്യായം 5-ാം വാക്യം. കാന്ത കേദാര്യ കൂടാരങ്ങളെ പോലെ ശലോമോന്റെ തിരശീലകളെ പോലെയും അഴകുള്ളവൾ. ഇപ്പൊ കേദാര്യ കൂടാരം അഴകുള്ള കൂടാരമാണ്. ആ കേദാര്യ കൂടാരങ്ങളിൽ ഭവനങ്ങളിൽ നമ്മൾ താമസിക്കുന്നു. ഈ 4 കൂടാരങ്ങൾ പൊളിഞ്ഞു മാറുമ്പോൾ ഒരു ഭക്തൻ ചെന്ന് പെടുന്ന നിത്യ കൂടാരം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടെ. ദൈവം താൻ അവരുടെ ദൈവമായി അവനോടുകൂടെ ഇരിക്കും. അവൻ അവനോടുകൂടെ വസിക്കും. അവൻ അവിടെ കാണുന്ന കണ്ണീരെല്ലാം തുടയ്ക്കും. അപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, കടന്നുപോയ, ഇനി ചെല്ലുവാൻ പോകുന്ന 5 കൂടാരങ്ങളെ പറ്റി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഒരു സാത്വികനായ മനുഷ്യൻ വൈകുന്നേരം ഒരു 8 മണിക്ക്, പണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ ഈ ശവക്കോട്ടയ്ക്ക് ഒന്നും കല്ലതയില്ല. ഇതുപോലെ ഇവിടുത്തെ ശവക്കോട്ട പോലെ ഒന്നുമില്ല. നാട്ടിൽ നിന്ന് വന്ന പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ തുറന്ന് വളർന്ന് കിടക്കുന്ന ശവക്കോട്ടകളാണ്. അപ്പൊ ഈ കല്ലറകളെ മനുഷ്യൻ പ്രതികരിക്കുന്നത് പഠിക്കാൻ ഈ താത്വികൻ ഈ ശവക്കല്ലതയുടെ ഒരു വശത്ത് ഇങ്ങനെ മാറിയിരിക്കുക. അതോടില്ല, അതോടിന്റെ വശത്താണ്. അപ്പോൾ വയോധികനായ മനുഷ്യൻ വരുന്നു, വലത്തെ സൈഡിൽ ഇങ്ങനെ ശവക്കല്ലത കണ്ടുവച്ച ഇയാൾ പേടിച്ച റോഡിന്റെ ഇടതുവശം ചേർന്ന് വേഗം നടന്നു പോകും. ഈ താത്വികനെ ശ്രദ്ധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8-10 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി കൈകൾ പൊതിക്കെട്ടുമായിട്ട് വേഗം വരുന്നു, റോഡ് ക്രോസ് ചെയ്യുന്നു. ഈ ശവക്കല്ലതയുടെ ഇടയിൽ കൂടെ വേഗത്തിൽ നടന്നു പോകും. ഉടനെ താത്വികൻ ഈ കുഞ്ഞിനെ വിളിച്ചു, കൈകൊട്ടി വിളി, മുടങ്ങി വരാൻ പോകും. ഞാൻ കുറച്ചേരായിട്ടുള്ള വയസ്സരെ കണ്ടു. ഈ ശവക്കല്ലത കണ്ടു പേടിച്ച് വേഗം നടന്നു പോവുക. നീ ഇടയിൽ കൂടെ അങ്ങോട്ടായി പോകുന്നത്. ഉടനെ ഇവിടെ ചേച്ചി പോയി, ഞങ്ങളെ ഈ അപ്പുറത്തോട്ട് പോയിക്കേ. കൊച്ചു വീട് കണ്ടു, അതെന്റെ വീടാ. അവിടെ കത്തുന്ന വിളക്ക് കണ്ടു, അതെന്റെ വീട്ടിൽ കത്തുന്ന വിളക്ക. പപ്പായും മമ്മിയും ഉണ്ട്. കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ കടയിലോട്ട് വിട്ടതാ. അത് കയ്യിലിരുന്ന് പൊതിക്കട്ട. പപ്പായും മമ്മിയും നോക്കിയിരിക്കും. ഞാൻ പോവുക, ടാറ്റാൻ പറഞ്ഞു പാട്ടും പാടി വേഗം നടന്നു പോയി. ഈ താത്വികൻ ചിന്തിച്ചു, ആ വയോധികൻ ഈ ശവക്കല്ലതകളെ ഭയപ്പെടാൻ കാര്യമുണ്ട്. ഈ കൊച്ചു പെൺകുട്ടി ഈ ശവക്കല്ലതകളെ ഭയപ്പെടാതിരിക്കാൻ കാര്യമുണ്ട്. ഈ ശവക്കല്ലതകളുടെ അപ്പുറത്ത് എന്റേതെന്ന് പറഞ്ഞ് കാണാൻ ഒരു വീട് പെൺകുട്ടിക്കുണ്ട്. അവിടെ കത്തുന്ന വിളക്ക് അവിടെ കാണുക. അവിടെ അവളുടെ വധുപ്രതീക്ഷിച്ച ചിലതൊക്കെ ഉണ്ട്. ആ ചിന്തയും കാഴ്ചയും അവളെ ഭരിച്ചപ്പോൾ ശവക്കല്ലത അവൾക്കൊരു ഭീഷണിയേ അല്ല,
മരണം നമുക്കൊരു ഭീഷണിയല്ലാത്തതിന്റെ കാര്യം ഇതിനപ്പുറത്ത് എന്റേതെന്ന് പറഞ്ഞ് കാണുവാൻ നമുക്കൊരു വീടുണ്ട്. അവിടെ കത്തുന്ന വിളക്ക് വിശ്വാസക്കണ്ണാൽ നാം കാണുന്നു. അവിടെ നമ്മളെ പ്രതീക്ഷിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അതിനുപരി ശങ്കിലെ ചോരവിരിയായി തന്ന നമ്മുടെ പ്രാണപ്രിയനുണ്ട്. ഈ ചിന്തയും കാഴ്ചയും നമ്മളെ ഭരിക്കുന്നത് കൊണ്ട് മരണം നമുക്കൊരു ഭീഷണിയല്ല.